ദുഃഖമില്ലാണ്ടാക്കണം, ദുഃഖമില്ലാണ്ടാക്കണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ദുഃഖം പോണില്ല. സുഖം ഉണ്ടാവണം, ശാശ്വത സുഖ സമാധാനങ്ങൾ വേണം, ശാശ്വത ശാന്തി വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് കിട്ടണമില്ല. ശരിയോ? ശാശ്വത ശാന്തിയും സുഖവും സമാധാനവും നമുക്ക് ഭഗവാനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ആ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ വസ്തുവാ, കിട്ടേണ്ട വസ്തു അല്ല എന്നാ പ്രഹ്ലാദൻ പറയാം. ഭഗവാനെ കിട്ടണ്ട അത്രേ. അങ്ങനെയാണ് ഈ ശാശ്വത സുഖവും സമാധാനവും ശാന്തിയും വെളിയിൽ നിന്ന് കിട്ടണ്ട, വേണ്ട. എന്താ കാരണം? കിട്ടിയ വസ്തുവാ. ആത്മത്വാൽ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവതഹാന പ്രഹ്ലാദൻ പറയാണ്. തൻ്റെ 5 വയസ്സുള്ള കുട്ടികൾക്ക് പ്രഹ്ലാദൻ കൊടുക്കുന്ന ഉപദേശം നമുക്ക് 50 വയസ്സായാലും മണ്ടേ കയറുന്നില്ല. എന്ത് ചെയ്യാനാ? ചിന്തിച്ചു നോക്കൂ. ആത്മത്വാൽ സർവഭൂതാനം 5 വയസ്സുള്ള ഉണ്ണി പ്രഹ്ലാദനെ പറയണേ. ഭഗവാൻ നമ്മുടെയൊക്കെ ആത്മാവായതുകൊണ്ട് ഭഗവാനെ കിട്ടിക്കഴിഞ്ഞു. ശരിയോ? ആത്മാവില്ലെങ്കിലോ ഈ ശരീരം പ്രവർത്തിക്കോ? ഇല്ലല്ലോ. ആത്മാവായിട്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ കിട്ടിയ വസ്തുവാ. ആ ഭഗവാനെ പക്ഷെ നമ്മൾ ആശ്രയിക്കണില്ല. ആ ആത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണില്ല. നമ്മുടെ ശ്രദ്ധ ഈ ദേഹത്തിലും ദേഹസംബന്ധികളിലും നശ്വരമായ ഈ പ്രാപഞ്ചിക വസ്തുക്കളിലും ഒഴുകി ഒട്ടി ഇഴുകിപ്പിടിച്ച് ആസക്തമായിരിക്കുക. അതുകൊണ്ടോ നമുക്ക് ദുഃഖം, സങ്കടം. ശരിയോ? ആ നശ്വര വസ്തുക്കൾ നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവായ കൃഷ്ണനിലേക്ക് തിരിഞ്ഞാലോ, ആ ആത്മാവായ കൃഷ്ണനെ ആശ്രയിച്ചാലോ നമുക്ക് ദുഃഖം എന്നേക്കുമായി ഇല്ലാണ്ടാവും. ശാശ്വതമായ സുഖവും സമാധാനവും കൈവരും. കൃഷ്ണ എന്നൊരു വാക്കിനെടുത്ത ഓരോ വാക്കിനും ഇങ്ങനെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. എന്നർത്ഥം ജ്ഞാനപ്പാനയാണത്. ഈ മഹത്തായ ഭഗവത് തത്വത്തെ, ജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത് നമുക്ക് ഈ സ്തോത്രത്തിലൂടെ. ശരിയോ? ഇനി കൃഷ്ണനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാ ശുഖബ്രഹ്മർഷി പരിചയപ്പെടുത്തുന്നത്? ശ്രീകൃഷ്ണൻ പിറന്ന ഉടനെ ഭക്തന്മാരൊക്കെ കൂട്ടം കൂട്ടായിട്ട് ഭഗവാനെ കാണാൻ വന്നു. 6-ാം ദിവസം കംസൻ അയച്ചതനുസരിച്ച് പൂതനയും മുലയിൽ കാളകൂട വിഷമൊക്കെ തേച്ച് ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു. അപ്പൊ പറയാ ചരാചരാത്മാ സനിമീലിദക്ഷണ. പൂതന അടുത്തെത്തിന്ന് കണ്ട സമയത്ത് കൃഷ്ണൻ കണ്ണടച്ചു കളഞ്ഞു. അപ്പൊ കൃഷ്ണനെ അവിടെ വിശേഷിപ്പിക്കുക ചരാചരാത്മാ നിമീലിദക്ഷണ. ഈ കിടക്കണവൻ ആരാ? ചരാചരങ്ങളുടെ മുഴുവൻ ആത്മാവാണ് ഈ കിടക്കണ കുട്ടി. എല്ലാവർക്കും ഉള്ളിൽ പിന്നീടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകിൻ നന്മയ്ക്കായി ഉടൽ പൂണ്ടു കളിക്കയാം. കൃഷ്ണരൂപമെടുത്ത് ഇവിടെ ലീലയാടുന്നത് ആരാ? എന്റെയും നിങ്ങളുടെയൊക്കെ ആത്മാവാണ്. മനസ്സിലായോ? അപ്പൊ സർവരുടെ ആത്മാവാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ അറിഞ്ഞു പൂതനയുടെ വരവിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഭഗവാൻ അവളുടെ ഉദ്ദേശം സാധിക്കട്ടെ. എന്റെ കണ്ണ് കണ്ട് അവളുടെ മനസ്സ് മാറി. അവൾക്ക് എന്നോട് സ്നേഹം തോന്നിയ, അവൾക്ക് എന്നെ കൊല്ലണം തോന്നില്ലല്ലോ. അപ്പൊ അവളെ എനിക്ക് മുല തരില്ലല്ലോ. അങ്ങനെ എനിക്ക് മുല തന്നില്ലെങ്കിൽ അമ്മമാരെ വാല് കൂട്ടുന്ന ഭാവത്തിൽ എന്നെ വന്ന് എടുത്ത് മടിയിൽ വെച്ചതിന്റെ പേരിൽ അവൾക്ക് മോക്ഷം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് മോക്ഷം കൊടുക്കണം എന്ന് വെച്ച കരുണാമൂർത്തി കണ്ണടച്ച് കളഞ്ഞു. അപ്പൊ കണ്ണടച്ച കൃഷ്ണനെ ആദ്യം നമുക്ക് ഭാഗവത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ ഈ കൃഷ്ണനും നമുക്കുമായിട്ടുള്ള ബന്ധം ഈ ലോകത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അച്ഛനോടോ അമ്മയോടോ നമുക്ക് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കൃഷ്ണനോട് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരോടുള്ളൂ. ആത്മാവിനോട് ഉള്ള ബന്ധമല്ലേ ശാശ്വത ബന്ധം. ആത്മാവില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഉണ്ടോ? നമ്മളാക്കുന്ന ഭഗവാനല്ലേ, ആത്മാവല്ലേ. അപ്പൊ ആ ഭഗവാനോടുള്ള ബന്ധം കഴിഞ്ഞിട്ടല്ലേ ലോകത്തിൽ ആരോടും ബന്ധമുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണ്ടോ? നമ്മൾ ഈ കോവിലിൽ പോയി ഒരു ചുറ്റുവട്ടം ചുറ്റിയിട്ട് പോകുന്നു എന്നല്ലാണ്ട് അല്ലേ? നമ്മുടെ മതം ഇത്രയേ ഉള്ളിൽ ഒതുങ്ങാം. നമ്മൾ മാത്രമല്ല, എല്ലാ മതക്കാരും ഈ ആരാധനാലയങ്ങൾ കുറച്ചടങ്ങിൽ കുടുങ്ങി കിടക്കണു. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണില്ല. എന്തിനാതെന്ന് പോലും അറിയണില്ല. ശരിയോ? ആ ഭഗവാനെ നമ്മുടെ ആത്മാവായിട്ട് അറിയണം. ആ ഭഗവതിയമ്മ ആരാണ്? ചിൽ സ്വരൂപിണിയായി യാ ദേവി സർവഭൂതേഷു ചിതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ദേവി ആരാണ് നമ്മളെ പരിചയപ്പെടുത്തുക. ഏതൊരു ദേവിയാണോ ജഗദംബിയാണോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലെ സ്വരൂപിണിയായി, ചൈതന്യ സ്വരൂപിണിയായി, ആത്മസ്വരൂപിണിയായി ഈ ശരീര മനോബുദ്ധികളെ അന്തര്യാമിയായിരുന്നു പ്രവർത്തിപ്പിക്കുന്നത് ആ അമ്മയ്ക്ക് നമസ്കാരം എന്നാ. ശരിയോ? അറിയണ്ടോ നമ്മള്? ഓ കൃഷ്ണ. അപ്പൊ കൃഷ്ണ എന്നൊരു വാക്ക് വിളിക്കുമ്പോഴേക്കും നമുക്ക് കൃഷ്ണ രൂപത്തെ കാണാം, കൃഷ്ണ നാമം ജപിക്കാം. അതോടൊപ്പം കൃഷ്ണനെ ഉള്ളിൽ ഫീൽ ചെയ്യാറാവണം. അതാണ്. അല്ലാണ്ട് എവിടെയെങ്കിലും ഇരിക്കുന്നു കൃഷ്ണൻ എന്നല്ല വിചാരിക്കണ്ടേ. മനസ്സിലായോ? കൃഷ്ണനൊക്കെ എന്നോ മരിച്ചു പോയില്ലേ സ്വാമി? 125 വർഷം കഴിഞ്ഞപ്പോ ബുദ്ധു വിദ്യാംബർദ്ധൻ. നിനക്ക് കൃഷ്ണനെ കുറിച്ച് എന്ത് മനസ്സിലായി കുട്ടാ? ശരിയോ? കൃഷ്ണൻ പോയാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ?
കൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നർത്ഥം. നമ്മുടെ ആത്മാവായി, നമ്മുടെ സുഹൃത്തായി. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി എന്ന് ഗീതയിൽ ഭഗവാൻ. നിങ്ങളുടെ സുഹൃത്തായി യാതൊന്നും നിങ്ങളിന്ന് പ്രതീക്ഷിക്കാതെ സദാ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുക ബെസ്റ്റ് ഫ്രണ്ട് ഭഗവാനാത്രേ. ആ ഭഗവാനെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളാക്കണ്ടോ? നമ്മൾ ഭഗവാനെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണ്ടോ? അവള് ഇവളൊക്കെ ഫ്രണ്ടാന്ന് പറയും നമ്മൾ, അല്ലേ? ഭഗവാനെ ഫ്രണ്ടാക്കണ്ടോ? കൃഷ്ണനെ ഫ്രണ്ടാക്കണ്ടോ? എന്നാ രക്ഷപ്പെട്ടു. ആ കൃഷ്ണനെ സ്വന്തം ഫ്രണ്ടാക്കൂട്ടോ. നമ്മുടെ ആത്മാവായ ഭഗവാനാണ് സുഹൃതം, സുഹൃത്ത്, സർവഭൂതാനം, എല്ലാവരുടെയും. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കിയാൽ, അറിഞ്ഞാൽ, ആ സാന്നിധ്യം അനുഭവിച്ചാൽ ശാന്തി ചെയ്യുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ശാന്തിക്കും സമാധാനത്തിനും അല്ലേ നമ്മളെല്ലാം ചെയ്യണ പറയൂ. പക്ഷെ അത് എവിടെ കിട്ടുന്ന അറിയാണ്ട് നമ്മൾ ഈ നാട് മുഴുവൻ ചുറ്റുക, ലോകം മുഴുവൻ ചുറ്റണു, എവിടെയൊക്കെ പോടണു? ഈ കൃഷ്ണനെ ആശ്രയിക്കേ വേണ്ടൂ, നമ്മുടെ ഉള്ളിലേക്ക് തിരികെ വേണ്ടൂ എന്നർത്ഥം. കണ്ടോ, നമ്മുടെ ജീവിത ലക്ഷ്യമാണ് ഭഗവാൻ. കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു. കൃഷ്ണ കൃഷ്ണ. ഇനി അവൻ ആരാ? മുകുന്ദനാണ്. മുകുന്ദൻ ചാലോ, മുകുന്ദൻ, മുകുന്ദൻ ഒരു പേര്. ആ മോക്ഷം മോക്ഷപ്രദാതാവ് എന്നാണ് മുകുന്ദൻ എന്ന വാക്കിനർത്ഥം. തന്നെ ഭരിക്കുന്ന, ആശ്രയിക്കുന്ന ഭക്തന്മാരെ എല്ലാ സംസാര സങ്കടങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, വ്യഥകളിൽ നിന്നും, ക്ലേശങ്ങളിൽ നിന്നും ഉയർത്തി തന്നോട് ചേർത്ത് പരമാനന്ദം കൊടുത്ത് അനുഗ്രഹിക്കുന്ന, സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ, മോക്ഷപ്രദൻ ഭഗവാൻ മുകുന്ദനൻ. അപ്പൊ ഈ ഓരോ വാക്ക് വെറുതെ ഉപയോഗിച്ചിരിക്കല്ല. ജനാർദ്ദന, അവിടുന്ന് ആരാണ്? ഭഗവാൻ ആരാണ്? ഈ ഗുരുവായൂരപ്പൻ ആരാ? ജനാർദ്ദനാണ്. ജനാർദ്ദനൻ ആരാ? ജനാർദ്ദനൻ ഒരു പേര്. ഈ പേരൊക്കെ നമ്മൾ മക്കൾക്ക് ഇടും. അതുകൊണ്ട് ജനാനർദ്ദയതി, ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നവൻ, ദുഷ്ടന്മാരെ, ദുഷ്ടതയെ നശിപ്പിക്കുന്നവൻ. നമ്മുടെ മനസ്സിലുള്ള ദുഷ്ടതയെ അവനെ ആശ്രയിച്ചാൽ അവൻ ഇല്ലാണ്ടാക്കും. പുറത്തുള്ള ദുഷ്ടന്മാരല്ല, നമ്മുടെ മനസ്സിൽ ദുഷ്ടതയുള്ളതുകൊണ്ടാണ് നമ്മൾ ദുഷ്ടത്വം ചെയ്യുന്നത്. ഭഗവാനെ ആശ്രയിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടത്തരം, മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത സംസ്കാരങ്ങളെ, സ്വഭാവങ്ങളെ, വാസനകളെ മുഴുവനും അവിടുന്ന് ഇല്ലാണ്ടാക്കി തരും. ജന എന്ന സ്ത്രീലിംഗത്തിലെടുത്താലോ, മായ, എല്ലാവരെയും മയക്കുന്ന, മോഹിപ്പിക്കുന്ന, ശരീരത്തിൽ ഞാനെന്ന അഭിമാനം, ഈ ലോകവസ്തുക്കളിൽ സത്യത്വ ബുദ്ധി, ഈ ഭോഗങ്ങളിൽ ഉള്ളതായ ആ ആസക്തി, ഇതൊക്കെ കൊണ്ട് നമ്മളെ വലയ്ക്കുന്നൂടെ, കെട്ടിയിടുന്നു. നമ്മുടെ മനസ്സിനെ കൃഷ്ണനിലേക്ക്, ഭഗവാനിലേക്ക് പോവാൻ സമ്മതിക്കാതെ എപ്പോഴും ഈ ലോകകാര്യങ്ങൾ തന്നെ ബദ്ധശ്രദ്ധരായിട്ട് കുടുക്കിയിടുന്ന ആ മായാഭഗവതിയെ, മായാ ജനയെ അർത്ഥിക്കുന്നു. ആ മായയെ ഇല്ലാണ്ടാക്കി, മായാ മറന്നേക്കി നമുക്ക് ആ ഭഗവാന്റെ ആ സാന്നിധ്യവും സ്വരൂപവും അനുഭവപ്പെടുത്തി നമ്മളെ വീണ്ടും സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. എന്തൊക്കെ അർത്ഥം! ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭക്തി ഉണ്ടാവും, അതോടൊപ്പം അതിന്റെ അർത്ഥം വിചാരം ചെയ്യുമ്പോഴോ ജ്ഞാനം ഉണ്ടാവും. കണ്ടോ, ഭക്തിയുടെ ഏറ്റവും ലളിതമായുള്ള അനുഷ്ഠാനമാണ് ഭഗവാന്റെ ദിവ്യനാമം ജപിക്കല്, നാമസ്മരണ. ഗോവിന്ദ, ഭഗവാൻ ആരാണ്? കൃഷ്ണൻ ഗോവിന്ദനാണ്. എന്താ ഗോവിന്ദനായ ഭഗവാനാവാൻ കാരണം? ഗോകുലവാസികളെയൊക്കെ ദേവേന്ദ്രൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പേരും കൊടും കാറ്റും പേമഴയും സൃഷ്ടിച്ച് അവരെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലേ? എന്തിനാ? ഇന്ദ്രയാഗം മുടക്കി ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞുണ്ട്. കൃഷ്ണനോട് ദേഷ്യം പിടിച്ചുണ്ട്. മനുഷ്യച്ചെറുക്കൻ, 7 വയസ്സായ ഗോപച്ചെറുക്കന്റെ വാക്ക് കേട്ടിട്ട് ദേവദേവനായ എന്റെ യാഗം മുടക്കി ഈ കൃഷ്ണൻ, കാണിച്ചു കൊടുക്കാം അവരെ, ഒരു പാഠം പഠിപ്പിക്കാം. ഗോകുലത്തില് ഭയങ്കരമായ പേമാരി ഉരിഞ്ഞു. എല്ലാവരും കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അല്ലേ? കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥം ഗോകുലം പ്രഭോ പ്രാതുമർഹതി ദേവാന്ന കുപിതാൽ ഭക്തവത്സല. ഭഗവാനെ, ഭക്തവത്സല, കരുണാമൂർത്തെ, അവിടത്തെ ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ? അവിടത്തെ ആക്ക് കേട്ടിട്ടില്ലേ ഞങ്ങളാ യാഗം മുടക്കിയത്? ദേവേന്ദ്രൻ അതുകൊണ്ട് കോപിച്ചിക്കണു. ദേവേന്ദ്രൻ ഞങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രളയകാല മേഘങ്ങളെ കൊണ്ട് വർഷിക്കണു. കാക്കണേ, ഞങ്ങളുടെ നാഥനല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോഴോ ഭഗവാൻ ഉടനെ അത് അംഗീകരിച്ചു. എൻ്റെ നാഥൻ എന്നെ നാഥനായി കണക്കാക്കിയാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, വരൂ, നമുക്ക് ഗോവർദ്ധന ദേവതയല്ലേ പോയിച്ചു. നിങ്ങൾ ഗോവർദ്ധന ദേവ നമ്മളെ അനുഗ്രഹിച്ചിട്ടല്ലോ, നമ്മളെ രക്ഷിക്കുന്നു പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഗോവർദ്ധന്റെ ചോട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴോ ഗോവർദ്ധന ദേവതയായി പൂജ സ്വീകരിച്ചത് ഈ ഭഗവാൻ തന്നെയല്ലേ? എല്ലാ ദേവനായും ദേവിയായിരിക്കുന്ന സർവേശ്വരനാണ് ഈ കൃഷ്ണൻ. ആ ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തി കൊടയായി പിടിച്ച് ഗോകുലവാസികളെ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിർത്തി 7 രാവും പകലും വിശപ്പും ദാഹവും ക്ഷീണവും ഉറക്കച്ചടവും അറിയാതെ അവരെ ആനന്ദമായി രക്ഷിച്ചു. കണ്ടോ, അത്
കണ്ടിട്ട് ഭഗവാനെ, ഓ സ്വർഗത്തിൽ നിന്ന് ആ കാമധേനു വന്നിട്ട് നിറഞ്ഞ പാല് കൊണ്ട് ഗോക്കളുടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞ് ഗോവിന്ദ പട്ടാഭിഷേകം ചെയ്തു. അങ്ങനെ ഭഗവാൻ ഗോവിന്ദനായി. അതാണ് ഗോവിന്ദന്റെ പറയുന്ന കഥ. അതേ സമയത്തോ ഗോവ് എന്നുള്ളതിന് ഇന്ദ്രിയങ്ങൾ നടത്തണ്ട്. ഇന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണ്, മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങള്, അതിനൊക്കെ കാണാ കേൾക്കുക മുതലായ വ്യാപാരങ്ങൾ ചെയ്യാൻ കഴിവ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? ആന്തര്യാമി, അവൻ ഗോവിന്ദൻ. ഗോവ് എന്ന് പറഞ്ഞ പശു. പശു എന്ന് പറഞ്ഞാലോ ജീവാത്മാക്കൾ നടത്തണ്ട്. ഈ ജീവന്മാരെ മുഴുവൻ പാലിക്കുന്നവൻ ആരാ? അവരുടെ മുഴുവൻ രക്ഷിതാവ് ആരാ? ഭഗവാനില്ലെങ്കിൽ നമുക്ക് ജീവൻ, നമ്മൾ ജീവനില്ല, നമ്മളില്ലല്ലോ, അത് ഭഗവാനാണ്. ഇനി ഗോവിന്ദതേ ഇത് ഗോവിന്ദാണ്. ഭജഗോവിന്ദത്തിൽ ഗോവിന്ദ പദത്തിന് ഒരുപാട് അർത്ഥം പറയും ആചാര്യസ്വാമികൾ. വരാഹാവതാരമെടുത്ത് ആ ഹിരണ്യാക്ഷൻ പ്രളയജലത്തിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമിദേവിയെ കണ്ടുപിടിച്ച് ഉദ്ധരിച്ചു കൊണ്ടുവന്നവൻ, അങ്ങനെയും അർത്ഥമുണ്ട്. ഗാം, ഗിര, വാക്കുകള്, നമുക്ക് വചന സാമർഥ്യം, ഈ വാക്കുകൾ എനിക്കിങ്ങനെ പറയാൻ കഴിയണത്, നമുക്ക് സംസാരിക്കാൻ ഭാഷണശക്തി പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. വാക്കിന്റെ വാക്കെന്നൊക്കെയാണ് ഉപനിഷത്ത് കൃഷ്ണനെ കുറിച്ച് പറയണത്. അറിയോ? വാക്കിന്റെ വാക്കാണ്. നാവിന് ഭാഷണ ചാതുരി കൊടുക്കുന്നവൻ, പറയാനുള്ള സാമർഥ്യം കൊടുക്കുന്നവൻ. അതിലേയും മിണ്ടുവോ? പിന്നെ നാവ് മിണ്ടുവോ? കാതിന് കേൾക്കാൻ കഴിവ് തരുന്നവൻ, കാതിന്റെ കാതാണവൻ. പ്രാണന്റെ പ്രാണനാണവൻ, പ്രാണൻ ശ്വാസോച്ഛ്വാസം നടത്തുന്നവനെ കൊണ്ടാ അല്ലേ? കണ്ണിന്റെ കണ്ണാണവൻ, കണ്ണിന് കാണാൻ കഴിവ് വരുന്നവനാണവൻ. ഇങ്ങനെയൊക്കെയാണ് ആ ഭഗവാനെ ഉപനിഷത്തുകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ അർത്ഥമൊക്കെ ഗോവിന്ദാന്നുണ്ട്. ഇതിലേറെ അർത്ഥമുണ്ട്. നാരായണ ഹരേ, നാരായണ, നാരായണനാണ് അവന്. നാരായണൻ, നാരായണ നാമം നമ്മൾ ജപിക്കുന്നു. നാരായണനിലെ വേറൊരു അർത്ഥം എന്താ? നരാനാമയനം. എല്ലാ ജീവന്മാർക്കും എന്താണ് ലക്ഷ്യം? എവിടെയാണ് എത്തേണ്ടത്? എവിടെ എത്തിയാലാ നമ്മുടെയൊക്കെ ജീവിതം ധന്യം, സഫലം, സാർത്ഥകം ആവുക? കൃതകൃത്യത വലിയ ജീവിതത്തില് ഈ ഭഗവാനെ സാക്ഷാത്കരിച്ചാല അതെ എല്ലാവരുടെയും ഓട്ടം ശാശ്വത സുഖത്തിലേക്ക്. ആ ശാശ്വത സുഖ സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഭഗവത് സ്വരൂപികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അജ്ഞാനം കൊണ്ട് അത് മറന്നിരിക്കുക. മനസ്സിലായോ? ഈ ശരീരത്തിലേക്കൊക്കെ അഭിമാനം വന്നപ്പോൾ അത് മറന്നുപോയി. അതാ നാരത്തെ അയനമാക്കിയവൻ, കാരണജലത്തിൽ ശയിക്കുന്നവൻ എന്ന് നാരായണന് വേറൊരർത്ഥം. കാരണം എന്താ? ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ പരബ്രഹ്മം, ആ പരബ്രഹ്മ സ്വരൂപനായി പ്രപഞ്ചത്തിന്റെ പരമകാരനായി വാഴുന്നവൻ. ഇതൊക്കെ ആരാ? ഇതൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ. നാരായണ ഹരേ. ഹരേ എന്ന് പറഞ്ഞാല് എല്ലാത്തിനെയും ഹരിക്കുന്ന ആളാണ്, എടുത്തുകൊണ്ട് പോകുന്ന ആള്. ഹരി എന്തൊക്കെയാ ഹരിക്കുക? എന്തിനൊക്കെ എടുത്തുകൊണ്ട് പോവുക? ഹരിച്ച ലൂട്ടർ എന്നൊരർത്ഥമുണ്ട്. ഒക്കെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകും, എടുത്തുകൊണ്ട് പോകും. എന്തൊക്കെയാ ഹരിക്കുക? നമുക്ക് പ്രത്യക്ഷമായിട്ട് ഹരിക്കണം. നമ്മുടെ ദുഃഖങ്ങളെ ഹരിക്കണം അല്ലേ? ആർക്കെങ്കിലും ദുഃഖം വേണം, സങ്കടം ഇല്ലാണ്ടാക്കണം. സങ്കടങ്ങളെ ഹരിക്കും, ദുഃഖത്തെ ഹരിക്കും. ഈ ദുഃഖത്തിന് സങ്കടത്തിന് എന്താ കാരണം? നാം ചെയ്ത മുൻകാല പാപങ്ങളാ. അവ പാപത്തെ ഹരിക്കും, പാപവാസനകളെ ഹരിക്കും. മനസ്സിലായോ? ക്ലേശങ്ങളെ, ദുരിതങ്ങളെ, പ്രയാസങ്ങളെ, വേദനകളെ, എല്ലാ അജ്ഞാനത്തെ ഒക്കെ ഹരിക്കും അവിടുന്ന്. അതുകൊണ്ട് അവിടുന്ന് ഹരിയ. കൃഷ്ണനെ സ്നേഹിച്ച ആ ഗോകുലവാസികളുടെ മുഴുവൻ ഭഗവാൻ ആ മനസ്സിനെ, ഹൃദയത്തെ അപഹരിച്ചു. ഗോകുലത്തിൽ പോയിട്ട് കൃഷ്ണൻ പാലും വെണ്ണയും ഒക്കെ കട്ടുകൊണ്ട് പോയില്ലേ? വാസ്തവത്തിൽ ആ പാലും വെണ്ണയും കട്ടതിലൂടെ കൃഷ്ണൻ മറ്റൊന്നും കൂടിയും കട്ടു. എന്താ അത്? അവരുടെ മനസ്സിനെ കട്ടുകൊണ്ടുപോയി. മനസ്സ് കൃഷ്ണന്റെ കയ്യിലായ പിന്നെന്ത് ചെയ്യും? നമ്മുടെ മനസ്സൊന്നും ആരുടെ കയ്യിലാ? ഈ ലോകത്തിൽ പലരുടെയും പലതിൻ്റെയും കയ്യിലാ അല്ലേ? അതുകൊണ്ട് നമുക്ക് ദുഃഖം. ഹൃദയം അഭിമുഷിത്വ ഹർഷസിന്ധൗന്യതാസ്ത്വം. ആ ഗോകുലവാസികളുടെ മുഴുവനും, ഗോപിമാരുടെ പ്രത്യേകിച്ചും മനസ്സിനെ, ഹൃദയത്തെ കൃഷ്ണൻ കട്ടുകൊണ്ടുപോയിട്ടോ ആനന്ദ കടലിൽ ലയിപ്പിച്ചു. പരമാനന്ദ അനുഭൂതിയിൽ മുഴുക്കിയവരെ എന്നർത്ഥം. കണ്ടോ? അവിടുന്ന് എന്തിനാ ഹരിക്കാത്തത്? പറയൂ. നമുക്ക് സങ്കടം ഉണ്ടോ? ആ കൃഷ്ണനെ വിളിച്ച് പറയൂ, കൃഷ്ണ. കൃഷ്ണൻ ആ സങ്കടം തീർത്തുതരും. മനസ്സിലായോ? ദുഃഖം തീർത്തുതരും, കട്ടപ്പാട് തീർത്തുതരും, ദാരിദ്ര്യം തീർത്തുതരും. എന്തൊക്കെ ഇല്ലാണ്ടാക്കണോ അതൊക്കെ അവൻ ഇല്ലാണ്ടാക്കി തരും. ഹരേ അച്യുത അനന്ത ഗോവിന്ദ മാധവ അച്യുത. അച്യുതനാരാ? കൃഷ്ണന്റെ ഒരു പര്യായമാണ്. പക്ഷെ അച്യുത എന്ന വാക്കിനർത്ഥം ച്യുതിയില്ലാത്തവൻ, മാറ്റമില്ലാത്തവൻ, നാശമില്ലാത്തവനാണ്. രുക്മിണി കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ കഥ കേട്ടു വളർന്നവളാ. ആ കുട്ടിക്കാലം മുതലേ ഭഗവാനെ കഥകൾ കേട്ട് 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 രുക്മിണിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിൽ നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്ര. ആ ഭഗവാനാണ് കൃഷ്ണൻ. അതുകൊണ്ട് എനിക്ക് നശിക്കാത്ത കൃഷ്ണനെ മതി. ഉണ്ടോ?
ഈ ശിശുപാലനെ എല്ലാവരും കൂടി കല്യാണം കഴിച്ചു കൊടുക്കാൻ ശിശുപാലനൊക്കെ ചത്തുപോയില്ലേ? അവസാനം ഭർത്താവ് മരിച്ച് ദുഃഖിക്കേണ്ടി വരില്ലേ? ആ ഭഗവാനെ സ്വന്താക്കിയാലോ അവൻ ദുഃഖിക്കേണ്ടി വരുമോ? ആ രുക്മിണി സന്ദേശത്തിൽ എഴുതി അച്യുതാ ത്വയി ചിത്തം ആവിശതി. അച്യുതാന കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ഉറച്ചു എന്നല്ല പറഞ്ഞേ, അച്യുതനിൽ എൻ്റെ മനസ്സ് ഉറച്ചു പോയി എന്നാ. അവിടുന്ന് അച്യുതനാന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാ? നശിക്കാത്ത വസ്തു അവിടുന്ന് മാത്രമാണ് എന്ന് ബോധ്യമായത് കുട്ടിക്കാലം മുതലേ സത്സംഗത്തിന് പോയുണ്ട്. ഇപ്പൊ മനസ്സിലായോ? സത്സംഗത്തിന്റെ ബാലവിഹാർ ക്ലാസ്സിലൊക്കെ കുട്ടികളെ അയച്ചാലുള്ള ഗുണം, വന്നാലുള്ള ഗുണം, കുട്ടിയിലേ നമുക്ക് ഭഗവാനാണ് നശിക്കാത്ത വസ്തു, ശാശ്വത വസ്തു, ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ബോധ്യം വരും. അത് സാധിച്ചു രുക്മിണിക്ക്. അച്യുത. അപ്പൊ ഭഗവാനെ ഭജിക്കുന്ന ആ ഭക്തന്മാരെയും ഭഗവാൻ നാശരഹിതമായ ഭഗവാനോട് ചേർക്കും. പിന്നെ അവർക്ക് നാശമില്ല. അതാ ജനന മരണ സംസാര ദുഃഖങ്ങളിൽ പെട്ട് ഉഴലേണ്ടി വരില്ല. അനന്ത. ഭഗവാൻ ആരാണ്? ഈ ലോകത്തിലുള്ള വസ്തുക്കൾക്കൊക്കെ ആദിയുമുണ്ട് അവസാനമുണ്ട്. ഉണ്ടല്ലയോ? ഒരു ദിവസം ഉണ്ടായി, ഒരു ദിവസം ഇല്ലാണ്ടാവും അല്ലേ? കാലത്തിന്റെ ഉള്ളിലാ, കാലദേശങ്ങളുടെ ഉള്ളിലുണ്ടായ വസ്തുക്കൾക്കൊക്കെ ആദിയുണ്ട് അവസാനമുണ്ട്. ഭഗവാൻ അനന്തനാ. അനന്തം എന്ന് പറഞ്ഞല്ലോ അന്തം ഇല്ലാത്തവൻ. അന്തം ഉണ്ടാവണമെങ്കിൽ ആദി ഉണ്ടാവണ്ടേ? വേണ്ടേ? അപ്പൊ അനന്തം വെച്ചാൽ അന്തമില്ലാത്തവൻ, അന്തമില്ലാത്തവൻ വെച്ചാൽ ആദി ഇല്ലാത്തവൻ. ആദി ഇല്ലാത്തതുകൊണ്ട് അന്തമില്ലാത്ത. ആദിയും അന്തം എന്തില്ല? കാലദേശങ്ങളുടെ ഉള്ളില്. ഭഗവാൻ കാലദേശാവധിഭ്യാം നിർമുക്തൻ അല്ലേ? ഭഗവാൻ കാലത്തിനും ദേശത്തിനും അതീതനാണ്. ഭഗവാൻ ആദിയുമില്ല അവസാനമില്ല. ഭഗവാൻ എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ വസ്തുക്കളിലും എല്ലാവരിലും നിറഞ്ഞു വിളങ്ങുന്നവൻ. എന്താ ഭഗവാന്റെ മാഹാത്മ്യം? ഇങ്ങനെ മാഹാത്മ്യം ആർക്കെങ്കിലും ഉണ്ടോ? അനന്ത. അതാണ് ഭഗവാൻ അനന്തന്റെ മേൽ കിടക്കണമെന്ന് പറയുന്നത്. ഭഗവാന്റെ കിടക്കാരാ? അനന്തമാ, അനന്തന അല്ലേ? അനന്തനല്ലേ കിടക്കയായിട്ട് കിടക്കണേ? അനന്തനാഗൻ, നാഗം. അനന്തൻ ടൈം ഫാക്ടറിനെ പ്രതിനിധാനം ചെയ്യുക, കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ബിയോണ്ട് ടൈം, കാലത്തിനും അതീതനാണ് സൂചിപ്പിക്കുക. ഭഗവാൻ എന്ന കാലമുണ്ടായത്, ദേശമുണ്ടായത്, പ്രപഞ്ചമുണ്ടായത്. അച്യുത അനന്ത. അപ്പൊ കാലദേശങ്ങൾക്ക് അതീതനായ ശാശ്വത വസ്തു ഭഗവാൻ മാത്രം എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഭഗവാനെ നാം ആശ്രയിച്ചാലേ നമുക്ക് നശിക്കാത്ത സുഖസമാധാനങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ ആരെങ്കിലും ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? ഈ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കണ്ടേ? വേണം. മാധവ. മാധവനാരാ? മാ എന്ന് പറഞ്ഞ മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ വല്ലഭൻ. ലക്ഷ്മി നാഥൻ. മഹാലക്ഷ്മിയുടെ ഭർത്താവല്ലേ ഭഗവാൻ മഹാവിഷ്ണു? മഹാലക്ഷ്മി ഭഗവാന്റെ മാറിൽ എപ്പോഴും ഇരിക്കുന്നത്. ആ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് സമ്പത്തിനോ വേറെന്തിനെങ്കിലും കഷ്ടപ്പാട് വരുമോ? ദാരിദ്ര്യം ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവുമോ? കൃഷ്ണനെ ഭജിച്ചാൽ പിന്നെ കഷ്ടപ്പാട് വരുമോ? മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ മഹാവിഷ്ണുവിന്റെ ഒപ്പം മഹാലക്ഷ്മിയുടെയും കൂടി അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാ മാറിൽ തന്നെ ഭഗവാൻ ആ മഹാലക്ഷ്മി വെച്ചേക്കണത്. മനസ്സിലായോ? മാധവനാണ് അവിടുന്ന്. സച്ചിദാനന്ദ നാരായണ ഹരേ. ശാശ്വത ആ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. എല്ലാവരിലും ചിത് സ്വരൂപനായി ബോധസ്വരൂപനായി വിളങ്ങുന്നവനാണ്. നോക്കൂ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പാടാൻ എന്ത് രസം! പാടുമ്പോൾ തന്നെ മനസ്സലിയണു, ഭക്തി വരണു. അതേസമയത്ത് അതിന്റെ അർത്ഥം ആലോചിക്കാൻ ശക്തി ഉണ്ടെങ്കിലോ നമുക്ക് ആ ഭഗവത് സാന്നിധ്യം, തത്വം ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞു വരും ചെയ്യും. ശരിയോ? എന്നിട്ട് പ്രാർത്ഥിക്കണം എന്താ? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഗുരുനാഥൻ അനുഗ്രഹിക്കണം എന്നാണ് ആദ്യം പറയണത്. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണം. എന്ത് പുറപ്പെടുമ്പോഴും ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണം. ആരാ ഗുരുനാഥൻ? പ്രത്യേകിച്ച് ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ അവരെ നമസ്കരിക്കണം, ഓർമ്മിക്കണം. അല്ലെങ്കിലോ ഭഗവാൻ തന്നെ എല്ലാവർക്കും ഗുരുനാഥൻ. ശരിയോ? വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിഞ്ച തൽപുത്ര പരാശരഞ്ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസി ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികാരം അന്യാൻ അസ്മത് ഗുരുവിൻ സന്തതമാനതോസ്മി. തൻ്റെ നാരായണ ഭഗവാൻ മുതൽ എൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഗുരു വരെയുള്ള എല്ലാ ഗുരുപരമ്പരയും നമസ്കരിക്കുന്നു. നാരായണനാണ് ആദി ഗുരു അല്ലേ? ശൈവ സമ്പ്രദായമാണെങ്കിലോ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം. സാക്ഷാൽ ദക്ഷിണാമൂർത്തി അല്ലേ? ഭഗവാൻ തന്നെയല്ലേ ഗുരു? സത്യം പറയട്ടെ,
നാം ആത്മാർത്ഥമായി ഈശ്വരനെ ഭജിക്കുമ്പോൾ നമുക്ക് ആ പാകത വരുമ്പോൾ സന്ദർഭാനുസരണം നമുക്ക് മാർഗദർശിയായി വരുന്ന ബാഹ്യഗുരു ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശ്വരനും ഗുരുവെന്നും രണ്ടല്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ. നിത്യം ഗുരുവാദം കുമ്പിടണം. ആലോചിച്ച് നോക്കിയാൽ ഈശ്വരനും ഗുരുവും രണ്ടല്ല, ഭഗവാൻ തന്നെയാണ് ഗുരു വരണത്. മനസ്സിലായോ? ഹരിയും ഗുരുവും രണ്ടാളല്ല. ഗുരുനാഥനിൽ മാനുഷബുദ്ധി പാടില്ല, നമുക്ക് ഈശ്വരബുദ്ധി ഉണ്ടാവണം. അതെ, ആ ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടാ നമ്മുടെ ഉള്ളിൽ അജ്ഞാനം തീരുള്ളൂ, അല്ലേ? ഗുകാരോ അന്ധകാരച്ച രുകാരോ തന്നിവർത്തക അന്ധകാര നിവർത്തിത്വാത് ഗുരു ഇരി അഭിധീയതേന. എന്താ ഗുരു എന്ന് പറഞ്ഞത്? ഗു എന്ന വാക്കിന് ഹൃദയത്തിലിരിക്കുന്ന അജ്ഞാനത്തിന്റെ അന്ധകാരം. നമ്മുടെ ഉള്ളിൽ ആത്മാവായി ഭഗവാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് മനസ്സ് പോണില്ല, ആ സത്യം ബോധ്യപ്പെടുന്നില്ല, അല്ലേ? നമ്മുടെ ഉള്ളിലെ കൃഷ്ണനെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഇരുട്ടാ. ആ ഇരുട്ടിനെ നീക്കി ടോർച്ചടിച്ച് കാണിച്ചു തരുന്ന ആളായി ഗുരുനാഥനെ. ആ ഇരുട്ടിനെ തള്ളി നീക്കി അവിടെ ജ്ഞാനപ്രകാശം കൊണ്ട് ഭഗവാനെ കാണിച്ചു തരുന്ന ആളാണ് ഗുരുനാഥൻ. അത് ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണം. തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും, എൻ്റെ നാവിൽ എപ്പോഴും എന്ത് വേണം? ഭഗവാന്റെ തിരുനാമം തത്തിക്കളിക്കാറായി തീരണത്രയെന്നർത്ഥം. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണം. സത്യനിഷ്ഠനായ ഗുരുവിന്റെ ആ സമീപത്ത് നമ്മൾ പോയാൽ അവര് നമ്മളെ ഈശ്വര മഹിമകൾ പാടി ഈശ്വരന്റെ മഹാത്മ്യങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ആ ഈശ്വരപ്രാപ്തിക്ക് ശ്രദ്ധയും വിശ്വാസവും താല്പര്യവും ഉണ്ടാക്കി തരും. അവരെപ്പോഴും ഭഗവാനെ കുറിച്ച് പറയും. ആ സത്സംഗം കേട്ടാൽ നമുക്ക് ഈശ്വരനെ പ്രാപിക്കണം, ഈശ്വരനെ സ്വന്തമാക്കണം, ഈശ്വരപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യം, അതുകൊണ്ടാണ് ശാശ്വതമായ ശാന്തി ഉണ്ടാവുക എന്ന ആ ഉറച്ച വിശ്വാസം എന്ന ശ്രദ്ധയുണ്ടാവുക. അത്രയും ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനമുണ്ടാവുക എന്ന് ഭഗവാൻ പറയാം. അങ്ങനെ ആ ഹൃദയത്തിൽ ആത്മാവായിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ചാലേ ജന്മം സഫലമാവുകയുള്ളൂ. അതുകൊണ്ട് ഗുരുപ്രീതി ഉണ്ടാവണം, അതുവഴി ശ്രദ്ധയുണ്ടാവണം, അതുവഴി നിരന്തരം ഈശ്വരനെ ഓർമ്മിക്കാറാവണം. ആ ഈശ്വരനെ നിരന്തരം ഓർമ്മിക്കാനുള്ള എളുപ്പവഴി എന്താ? ഭഗവാന്റെ നാമം ജപിക്കല, അല്ലേ? തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം. എന്തിന്? നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഈ മനുഷ്യജന്മം സഫലമാവണത് എപ്പോഴാ? മനുഷ്യജന്മം സഫലമാവണത് ഈശ്വരനെ സാക്ഷാത്കരിച്ചാൽ മാത്രം. ബാക്കി ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചാവുമ്പോഴും നമ്മൾ കൃതാർത്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, കരഞ്ഞുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, ഇഷ്ടമില്ലാണ്ട് ഇവിടുന്ന് പോവുക. അറിയോ? മരിക്കണവരാരെങ്കിലും സന്തോഷമായിട്ട് മരിക്കണ്ടോ? ഇല്ല. ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിച്ചവര് കൃതകൃത്യന്മാരാ, അവർ ധന്യന്മാരാ. അവര് ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നില്ല, അവര് അമരത്വം പ്രാപിച്ചു, അമൃതസ്വരൂപികളായി. ഈ അമൃതത്വ പ്രാപ്തിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോഴേ നരജന്മം സഫലമാവുകയുള്ളൂ, അല്ലേ? ഹൃദയത്തിൽ എല്ലാ അനുഭവങ്ങളും മാറുമ്പോഴും മാറാതെ മാറ്റങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആത്മസ്വരൂപനായി ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ കുടികൊള്ളുന്നു. ആ ഭഗവാനെ ഹൃദയത്തിൽ അങ്ങനെ കാണുമ്പോഴാണ് നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമെന്ന മട്ടേരിപ്പാട് നാരായണത്തിൽ നമുക്ക് ഗുരുവായൂരപ്പനെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരുടെ ആത്മാവായി എല്ലാവരിലും സദാ വാഴുന്ന ആ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. എന്തിന്? വിശ്വപീഡാപഹത്യൈ, എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും പീഡകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തീരാൻ വേണ്ടി. മനസ്സിലായോ? നമ്മുടെ എല്ലാ വിഷമങ്ങളും തീരാൻ ആത്മാവായ ഗുരുവായൂരപ്പനെ ആശ്രയിക്കണം. അങ്ങനെയുള്ള ആ ഭഗവാനെ ആശ്രയിക്കാനുള്ള എളുപ്പ വഴിയാണ് തിരുനാമജപം. അതുകൊണ്ട് ഭഗവാനെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ട്, ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്, ആ ഭഗവത് സ്വരൂപ സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് ഓർമ്മിച്ചുകൊണ്ട്, ആ ഗുരുകൃപയാൽ അവിടുത്തെ തിരുനാമം എന്നും ജപിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അത് അവസാനം ആ ഈശ്വരാനുഭൂതിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കും എന്നർത്ഥം. ഈ ഗുരു ലഗ എന്ന ശബ്ദത്തിന് ഗണപതി എന്നർത്ഥമുണ്ട്. അപ്പൊ എന്തൊന്ന് ആരംഭിക്കണം? ഗണപതിക്ക് വെക്കുക എന്ന് പറയും, അല്ലേ? ഗണപതിയോടുകൂടി സ്മരണയോടല്ലേ ആരംഭിക്കുക ഗണപതി വന്ദനം, അല്ലേ? അപ്പൊ ഗ എന്ന് പറഞ്ഞിട്ട് ഗണപതിയെ സ്മരിച്ചു. ഗുരു എന്നുള്ള വാക്കിന് സുബ്രഹ്മണ്യൻ എന്ന് അർത്ഥമുണ്ട് അത്രേ. അപ്പൊ സുബ്രഹ്മണ്യനെ സംസ്കരിച്ചു. ഇഷ്ടദേവതാ നമസ്കാരം എന്നർത്ഥം. ഗുരുവിനെയും ഈശ്വരനെയും പ്രണമിച്ചു ആദ്യത്തെ ശ്ലോകം കൊണ്ട് തന്നെ എന്നർത്ഥം. എല്ലാ വിഘ്നങ്ങളും തീർന്ന് ഗ്രന്ഥം വേണ്ട പോലെ എഴുതാനും അത് വേണ്ട പോലെ ജനങ്ങൾ പഠിക്കാനും ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവാനൊക്കെ ആ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം. തിരുനാമങ്ങൾ, തിരുനാമം എന്താ? ഈ തിരു എന്നുള്ളത് തമിഴിൽ നിന്ന് വന്നതാവണം.
ശ്രീ എന്ന് മലയാളത്തിൽ പറയും നമ്മളല്ലേ, സംസ്കൃതത്തിലൊക്കെ ശ്രീമാൻ ശ്രീ. ആ ശ്രീയുടെ സ്ഥാനത്താണ് തിരു എന്നുള്ള പദം. ബഹുമാന സൂചകമായിട്ട് പറയാം. ഭഗവാന്റെ നാമങ്ങൾ, ദൈവത്തിന്റെ നാമങ്ങൾ എപ്പോഴും ജപിക്കാൻ ഇടവരണം. ഭാഗവതത്തില് പരീക്ഷിത്ത് മഹാരാജാവ് 7-ാം ദിവസം പാമ്പ് കടിയേറ്റ് മരിക്കുമെന്ന് കേട്ട ഉടനെ ഈ ലോകവസ്തുക്കളിലുള്ള ആശയൊക്കെ വിട്ട് ഭഗവാനിൽ ആശ വെച്ചു. മനസ്സിലായോ? എന്നിട്ടോ കൃഷ്ണനെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഗംഗാതീരത്ത് വന്ന് അവിടെ വന്നിരുന്ന മഹർഷിമാരോട് ആ കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു തരൂ, ഗായത വിഷ്ണുഗാഥ, കൃഷ്ണമഹിമകൾ കേട്ട് 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 എന്റെ മനസ്സാ കൃഷ്ണനിലങ്ങടെ ഉറക്കട്ടെ, ലയിക്കട്ടെ, അതിനെന്നെ അനുഗ്രഹിക്കൂ. അപ്പോഴാണ് ഭാഗവതം ഉപദേശിക്കാൻ പുറപ്പെട്ടത് അല്ലേ. അപ്പൊ ശുഗമഹർഷി ഗുരുനാഥൻ അവിടെ വന്നു. എന്നിട്ട് ആ ഗുരുനാഥൻ പറയുക, പരീക്ഷത്തെ നമുക്ക് മുഖ്യമായി സാധിക്കേണ്ടത് എന്തറിയാമോ? മനസ്സ് ഭഗവാന്റെ സ്മരണയിൽ നിർത്തിക്കൊണ്ട് ഈ ശരീരത്തെ വിടാൻ കഴിയണം. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. എന്താ വേണ്ടത്? മരണസമയത്ത് ആരെങ്കിലുമൊക്കെ ഓർത്ത് വെച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഭാര്യ ഓർത്തു, അല്ലെങ്കിൽ ഭർത്താവിനെ ഓർത്തു, കുട്ടികളെ ഓർത്തു, എന്താ കാര്യം? ആ വിചാരം കൊണ്ട് വീണ്ടും അവിടെ ജനിക്കേണ്ടി വരും. മനസ്സിലായോ? മരിക്കുമ്പോൾ ആരെ ഓർമ്മിക്കണം? ഈ ലോകത്തെ മറന്ന് തൻ്റെ സർവസ്വമായ പ്രേമമൂർത്തിയായ ഭഗവാനെ ഓർമ്മിക്കാറാവണം. ഹൃദയത്തിൽ ഭഗവാനെ നിരന്തരം ഓർമ്മിച്ച് ശീലിച്ച സംസ്കാരം ഉണ്ടെങ്കിലല്ലേ സജ്ജനങ്ങളെ അവസാന സമയത്ത് ഭഗവാന്റെ സ്മരണ വരൂ, അല്ലേ? എന്താ കാരണം? അന്തേ യാ മതി സാ ഗതിർഭവേന. മരണസമയത്തെ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് പിന്നത്തെ പുനർജന്മം. അതാണ് മനഃശാസ്ത്രം. ഗീതയിൽ ഭഗവാൻ പറയും, യം യം ഭാവം സ്മരൻ നിത്യം ത്യജതി അന്തേ കളേവരം. നിരന്തരം എന്തിനെ ഓർമ്മിച്ച് ഏതൊരു സംസ്കാരത്തെ ആർജിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുവോ തം തം ഏവ ഏതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. നിരന്തരം മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് വളർത്തി താലോലിച്ച ആ ചിന്തയ്ക്ക്, ആ വിചാരത്തിനനുസരിച്ചുള്ള സംസ്കാരം നമ്മുടെ മനസ്സിൽ ശക്തമാകും. ആ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അവരുടെ മരണസമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മ, സ്മരണ. ആ സ്മരണയ്ക്കനുസരിച്ചിട്ടാണ് ജനിക്കുക.